സൂത്രവാക്യം സിനിമയുടെ ആഭ്യന്തര കമ്മിറ്റിക്ക് മൊഴി നൽകി നടി വിൻസി അലോഷ്യസും ഷൈൻ ടോം ചാക്കോയും. മൊഴിയുടെ വിശദാംശങ്ങൾ പറയാനാവില്ല എന്ന് വിൻസി പറഞ്ഞു. പരാതിയിലെ വിവരങ്ങൾ പുറത്തുവന്നതിൽ അതൃപ്തിയുണ്ടെന്നും വിൻസി. നിയമ നടപടിയിലേക്ക് ഇല്ല എന്നും പരാതിക്കാരി ആവർത്തിച്ചു. അതിനിടെ ഷൈൻ പ്രതികരിക്കാതെ മടങ്ങി. അപ്പോൾ മൊഴീനെ പറ്റിയിട്ട് ഇപ്പോൾ ഇത് വെരി കോൺഫിഡൻഷ്യലാണ് IC-യുടെ പ്രൊസീജിയർ എന്ന് പറഞ്ഞപ്പം അതിൽ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞതെന്നും അദ്ദേഹം എന്ത് പറഞ്ഞെന്നും അതിൻ്റെ ഒന്നും ഇപ്പോൾ പുറത്തുവിടാൻ പറ്റില്ല. പക്ഷേ ഇത് അവർ മോണിറ്ററിങ് സെഷനിലോട്ടൊക്കെ സമർപ്പിച്ചതിന് ശേഷം സൂൺ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വേർഷൻ പുറത്തു വിടും എന്നാണ് പറയുന്നത്. നമുക്കിപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. വാട്ട് ഹാപ്പൻ ദർ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. നിയമ നടപടി ഞാൻ പോവില്ല എന്നുള്ളത് ഫ്രം ദ ഡേ 1 ഓൺവേർഡ്സ് ഞാൻ സ്റ്റക്ക് ചെയ്തതാണ്. അതിന് പല പേഴ്സ്പെക്റ്റീവ് ഉണ്ടാവും ആളുകൾക്ക്. പക്ഷേ ഞാൻ നിയമ നടപടികൾക്ക് ഇല്ല. എന്തായാലും ലീക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് റൈറ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത്. വിഷ്ണു പ്രകാശ് കൂടുതൽ വിവരങ്ങളുമായി ചേർന്നുണ്ട്. വിഷ്ണു, IC വിൻസിയുടെയും അതുപോലെ തന്നെ ഷൈൻ ടോം ചാക്കോയുടെയും മൊഴികൾ കേട്ടുകഴിഞ്ഞു. ഇനി തുടർ നടപടികൾ എങ്ങനെയാണ്? സന്ധ്യ, ഇന്ന് വൈകിട്ടാണ് രണ്ടുപേരും വിൻസി അലൂഷ്യസും അതുപോലെ തന്നെ ഷൈൻ ടോം ചാക്കോയും നേരിട്ട് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ കൊച്ചിയിലുള്ള ആസ്ഥാനത്തെത്തി മൊഴി രേഖപ്പെടുത്തിയത്. ആഭ്യന്തര കമ്മിറ്റിക്ക് മുമ്പിൽ ഇരുവരും മൊഴി രേഖപ്പെടുത്തി. ഇതിൽ വിൻസിയുടെയും ഷൈൻ്റെയും സെപ്പറേറ്റ് ആയിട്ടുള്ള മൊഴിയും അതുപോലെ തന്നെ രണ്ടുപേരെയും ഒരുമിച്ചിരുത്തിയുള്ള മൊഴി രേഖപ്പെടുത്തിയെന്നാണ് വിൻസി ഈ IC കമ്മിറ്റി യോഗം കഴിഞ്ഞ ശേഷം പുറത്തിറങ്ങിയപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടാൻ സാധിക്കില്ല എന്നാണ് പറഞ്ഞത്. ഏതായാലും ഈ IC കമ്മിറ്റി ഇന്നിപ്പോൾ ചേർന്ന് ഇവരുടെ രണ്ടുപേരുടെയും മൊഴി രേഖപ്പെടുത്തി. ഇനി ഈ സിനിമയുമായി ബന്ധപ്പെട്ട് അന്ന് ഈ സംഭവം നടക്കുന്ന സമയത്ത് ആ സിനിമയിൽ പ്രവർത്തിച്ച അണിയറ പ്രവർത്തകരുടെയും അവരുടെ ഒരു വിശദീകരണവും ഈ ആഭ്യന്തര കമ്മിറ്റി കേൾക്കും. അതിനുശേഷമാകും ഒരു സമഗ്രമായിട്ടുള്ള റിപ്പോർട്ട് സമർപ്പിക്കുക ആഭ്യന്തര കമ്മിറ്റി. ഈ റിപ്പോർട്ട് ഫിലിം ചേംബറിന് നൽകും. നേരത്തെ ഫിലിം ചേംബറും ഇന്ന് വൈകിട്ട് കൊച്ചിയിൽ തന്നെ യോഗം ചേർന്നിരുന്നു. അവരും പ്രാഥമികമായി ഈ ഒരു വിഷയത്തിൽ അത് പരിഗണിച്ചിരുന്നു. ഈ വിഷയം ചർച്ചയാവുകയും ചെയ്തു. എന്നാൽ ഫിലിം ചേംബർ പറയുന്ന കാര്യം ഈ IC സമർപ്പിക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാകും തുടർ നടപടികൾ, ഈ ഷൈനെതിരെ എടുക്കേണ്ട നടപടികൾ എന്തൊക്കെയാണ് എന്നുള്ള വിവരങ്ങൾ ഈ സമർപ്പിക്കുന്ന സൂത്രവാക്യം എന്ന സിനിമയുടെ ആഭ്യന്തര കമ്മിറ്റി സമർപ്പിക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാകും. ഇപ്പോൾ ഇന്ന് ഇരുവരുടെയും ഈ രണ്ട് താരങ്ങളുടെയും ഷൈൻ ടോം ചാക്കോയുടെയും അതുപോലെ തന്നെ വിൻസി അലോഷ്യസിന്റെയും മൊഴിയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇനി സിനിമയുമായി ബന്ധപ്പെട്ട മറ്റു ആളുകളുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം മാത്രമാകും ഈ ഒരു അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കുക. ഇതിനുശേഷമാകും ഫിലിം ചേംബറിലോട്ടും ഈ റിപ്പോർട്ട് എത്തുക.